നമസ്കാരം. രാംലല്ലയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു വർഷത്തിന് മുമ്പ് പൂർത്തീകരിച്ച രാംലല്ല ക്ഷേത്രം ഇന്ന് ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഹിമവാൻ രുദ്രൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വായിക്കാനും പറയാതിരിക്കുവാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിലെ ചില സൂചനകൾ ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം പറയുന്ന പോലെ രാംലല്ലയുടെ അയോധ്യ പുനഃപ്രവേശനത്തിൻ്റെ 1-ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനെക്കുറിച്ച് എഴുതാൻ മറന്നതല്ല, അത് മാറ്റിവെച്ചതാണ് ഇന്നത്തേക്ക്. ഒരു ഹിന്ദു ആ വാശിയിൽ എത്രത്തോളം സ്വാഭിമാനാണ് എന്ന് ഞാൻ അറിഞ്ഞത് കാശിയുടെ മണ്ണിൽ ഭഗവാനെ ദർശിച്ച് തിരിഞ്ഞു നിന്നപ്പോഴായിരുന്നു എന്ന് അദ്ദേഹം കുറിച്ചു വെക്കുന്നു. മുഗൾ അധീശത്വത്തിൻ്റെ മതപറി എൻ്റെ ഭഗവാനെ ചുറ്റിവരിഞ്ഞപ്പോൾ അവരറിഞ്ഞില്ല. അവൻ ധ്യാനത്തിൽ നിന്നുണരുമ്പോൾ ഭൂതഗണങ്ങൾ അവൻ്റെ ഉത്തരവ് നേടുമെന്ന്. മനുഷ്യത്വം എന്നോട് പദം അവരിലുണ്ടായിരുന്നുവെങ്കിൽ ഈ തലവഴിത്തരത്തിന് മുതിരില്ലായിരുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ളൊരു ശ്രീകോവിലിന് മുന്നിൽ കാട്ടറബിയുടെ ശൗചാലയം പോലൊരു മിന്നാരം നാണമില്ലാതെ പണിഞ്ഞു വെച്ചിട്ട് അവകാശം തെണ്ടി നടക്കാൻ കടന്നുകയറ്റക്കാരൻ്റെ അധികാര ഹുങ്കിനും അവൻ്റെ തലമുറയ്ക്കും തെല്ലും നാണമില്ലായിരുന്നു, പരസ്പര ബഹുമാനവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു തരാൻ വേറെ തെളിവൊന്നും വേണ്ടായിരുന്നു എന്നുകൂടി എഴുതി വയ്ക്കുകയാണ് ഹിമവാൻ രുദ്രൻ. കാശി വിശ്വനാഥനിൽ നിന്ന് 50 അടി വ്യത്യാസമില്ലാതെ അവഹേളനത്തിൻ്റെ കൊട്ടാരം പണിഞ്ഞു വെച്ചാൽ ചോദിക്കാനൊരു തലമുറ ഉയർന്നു വരില്ലെന്നുള്ള നിന്റെ മിഥ്യാബോധത്തിന് തിരിച്ചടിയായി എൻ്റെ രക്തവും തിളച്ചത് നിനക്കുള്ള കാലത്തിൻ്റെ കാവ്യനീതിയായി കരുതി വെച്ചോളുക എന്നും പറയുന്നു രുദ്രൻ. അവൻ തൃക്കണ്ണു തുറന്നപ്പോൾ നരേന്ദ്രന്മാർ ജനിക്കുകയും രാജ്യഭാഗധേയം നിർണ്ണയിക്കുന്ന വൻകാശിയുടെ കാര്യസ്ഥനാവുകയും ചെയ്തു. നിന്റെ കൊട്ടാരം വെറും കുരങ്ങ് മലശോചനം നടക്കുന്ന ഇടവുമായി ഗതകാല പ്രൗഢിയോടെ എൻ്റെ വിശ്വനാഥൻ പുഞ്ചിരി തൂകുകയും ചെയ്തു എന്നുകൂടി കുറിച്ചു വയ്ക്കുകയാണ് രുദ്രൻ. കാശിയുടെ മണിമുഴക്കങ്ങൾ നിന്റെ നിലവിളി ശബ്ദത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുകൂടി പറയുന്നു. ചുടലച്ചൂരിൽ വെന്തുരുകുന്ന മേനിയുടെ ഗന്ധവും അതിൻ്റെ അവശേഷവും ചൂടുന്ന രുദ്രനെ നിന്റെ അത്തറിൻ്റെ മണം കൊണ്ട് മറച്ചു കളയാമെന്നുള്ള വ്യാമോഹം, ഗംഗയുടെ ജലം വറ്റി വരണ്ട് മരുഭൂമിയായാലും ഇവിടെ നിന്റെ രാജ്യം വരില്ലെന്ന് മനസ്സിലാക്കാൻ കോവർ കഴുതകളായ നിന്റെ പിൻഗാമികൾക്ക് പോലും ഇന്നും മനസ്സിലാകുന്നില്ല. അമ്മയുടെ നെറ്റിയിൽ വീണ സിന്ദൂരം ശ്രീ പാർവതിയാണെന്നറിയാതെ, നിന്റെ പിതാവിന് മഹാദേവസ്ഥാനവുമാണെന്ന് അറിയാതെ മതേതരത്വം പുലമ്പുന്ന കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിനും സങ്കരവർഗങ്ങളുടെ കൂത്തരങ്ങിൽ രാജ്യത്തിൻ്റെ മണ്ണ് മറന്ന കോൺഗ്രസ്സുകാരനും ഗ്യാൻവ്യാപി അവൻ്റെ വോട്ട് ബാങ്കിൻ്റെ ആധാരശിലയായേക്കാം. പക്ഷേ അപ്പന് മുന്നിൽ പൃഷ്ഠം കാണിച്ചിരുന്നവനോട് മാപ്പാക്കാൻ പഠിക്കാത്തവന്മാരും ഈ മണ്ണിൽ ജന്മം കൊള്ളുമെന്നറിയാതെ വെറുതെ നെയ്ത പാഴ്ക്കിനാവുകൾ മണിക്കർണികയിൽ എന്നേ ദഹിപ്പിച്ചു കളഞ്ഞു ആ മഹേശ്വരൻ എന്നതാണ്. പ്രഥമദൃഷ്ടിയാൽ തന്നെ ഇത് ശുദ്ധ തന്തയില്ലായ്മയാണ് എന്ന് ഏത് പിഞ്ചുബാലനും പറയാൻ കഴിയുന്നിടത്ത് നീതിപീഠങ്ങൾ മൗനം വാചാലമായി നിർത്തിയ വ്യവസ്ഥിതിക്കും മാറ്റം വന്നത് കാലഭൈരവൻ്റെ കരുതിക്കുട്ടിയുള്ള കളിയാണ്. ഗ്യാൻവാപ്പിയുടെ കൊട്ടാര മതിലുകളിൽ നമപാർവതീപതേ എന്ന നാമം പ്രതിധ്വനിച്ച് തിരിച്ചു വരുമ്പോൾ അധിനിവേശത്തിൻ്റെ സൃഷ്ടിയുടെ ആധാരശിലകൾ ഒന്നൊന്നായി ഇളകിയാടും. വൈകാതെ അത് നിലംപൊത്തും. അന്യൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കാൻ അവിശുദ്ധിയെ അതിൻ്റെ കൂടെ കിടപ്പുകാർ മത്സരിച്ചത് അഘോരഭാവത്തോടാണെന്ന് മറന്ന നിമിഷം നീ പണിഞ്ഞു വച്ചത് സ്വയം പരിഹാസ്യമാകാനുള്ള താഴികക്കുളങ്ങളാണ് എന്ന് കാലം ബോധിപ്പിച്ചു തന്നതും മറന്ന് ഇനിയും മത്സരിക്കുവാൻ ഇറങ്ങുകയാണേൽ രാംലല്ലയ്ക്കൊരുക്കിയ യാഗം ഒരിക്കൽ കൂടി നടത്താൻ കർമ്മിസ്ഥാനത്ത് മതേതരത്വം പറഞ്ഞാൽ ഊഞ്ഞാലാടാത്ത ഒരു ഹിന്ദു കേരളത്തിൽ നിന്നും ഉണ്ടാകും എന്നുകൂടി എഴുതി വെക്കുന്നു. ആ കാഴ്ചയിൽ ഉള്ളുലഞ്ഞ് നെഞ്ചു നീറുന്ന വ്യഥയിൽ ആ വാക്കും കൊടുത്തിട്ടാണ് വാരണാസിയുടെ മണ്ണ് വിട്ടത് എന്നുകൂടി എഴുതി വെക്കുന്നു. അങ്ങനെ എത്ര പേർ ചെയ്തിരിക്കുന്നു എന്നറിയാൻ പഴയ മതവെറിയുടെ കണക്ക് പുസ്തകം കാട്ടറബിയുടെ തലമുറ രാംലല്ലയോ നോക്കി പഠിച്ചിട്ട് വന്നാൽ മനസ്സിലാകുമെന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ ദേവനെ നീ ഒന്ന് ഇരുത്തി പരിഹസിച്ചപ്പോൾ അവൻ നിന്നെ കിടത്തി ചവിട്ടി.
അടുത്ത ചവിട്ടിന് ഭൂമി പിളർക്കും. നാണം കെട്ട നരമ്പ് ചിന്തയിൽ കാശിയുടെ മണ്ണിൽ കഴുതയുടെ നിലവിളി ശബ്ദം ഇനി കേൾപ്പിക്കാൻ വേണ്ടി ആരും തുനിഞ്ഞു പോകരുത്, ആരും തുനിഞ്ഞിറങ്ങണ്ട എന്നുകൂടി പറയുന്നു. തെറ്റിന് ശിക്ഷയും തിരിച്ചറിയലിന് മാപ്പും അഹങ്കാരത്തിന് തൃശൂലവും നൽകാൻ അത്തരത്തിൽ കഴിയുന്നൊരു തൃക്കണ്ണനെ യുദ്ധത്തിനിറക്കിയവരെ എല്ലാം കാലപുരിയിൽ പ്രവേശന പാസില്ലാതെ എത്തിയിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് രുദ്രൻ. മതേതരത്വവും മാങ്ങാത്തൊലിയും പറഞ്ഞു ഒരു പ്രബുദ്ധനും ഗ്യാൻവാബി മസ്ജിദിന് ഓശാന ചൊല്ലി ഇങ്ങോട്ട് വരേണ്ട എന്നുകൂടി പറയട്ടെ. വന്നാൽ പെമ്പറന്നവരുടെയും പെൺമക്കളുടെയും കിടപ്പറയ്ക്ക് മുന്നിൽ പായ വിരിച്ച് കിടന്ന് മുഗളന്മാരുടെ പ്രവൃത്തിയെ ഞാനും ന്യായീകരിക്കുമെന്നുകൂടി എഴുതി വെക്കുന്നു രുദ്രൻ. ആത്മാഭിമാനത്തിൻ്റെ കണക്ക് ഞാനും പഠിപ്പിക്കുമെന്ന് പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി പഴയ കുൽസിതങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയാൽ നന്ന് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലേ മെക്കയുടെ മണ്ണിൽ കാശി വിശ്വനാഥനും സ്ഥലം പിടിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ആ കരുത്ത് ഈ രാജ്യത്തിനും ഹിന്ദുവിനുമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മരണത്തിൻ്റെ ദേവൻ്റെ വക്കാലത്ത് എടുക്കുന്നവനെ ചാവുകഥയൊന്നും പറഞ്ഞ് പേടിപ്പിക്കുവാനും ആരും നിൽക്കണ്ട എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കാലഭൈരവം ഭജേ കാലഭൈരവം എന്ന് പറഞ്ഞു വെക്കുവാൻ കൂടി ഹിമവൽ രുദ്രൻ തയ്യാറാകുന്നു. ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ കുറിപ്പിലൂടെ ഹിമവാൻ രുദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രുദ്രൻ്റെ അവകാശവാദങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഹിന്ദുവിൻ്റെ ചിലപ്പോൾ ആ ഹിന്ദുക്കൾ ആശിച്ചിരുന്നതിൻ്റെ 1-ാം വാർഷികത്തിൽ എഴുതി കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാംലല്ലായുടെ ക്ഷേത്രം പണിയുമ്പോൾ അത് ഹിന്ദുവിൻ്റെ വികാരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കെൽപ്പുണ്ടാകട്ടെ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കുറിപ്പ് എന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് മാത്രമാണ് ഹിമവാൻ രുദ്രൻ്റെ ഈ ഒരു കുറിപ്പിനെ ഞാൻ വളരെ രസകരമായി കാണാൻ ശ്രമിച്ചതും അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ തുനിഞ്ഞതും. കാരണം ഒരു വർഷത്തിന് മുൻപ് ഹിമവാൻ രുദ്രനെ പോലെ എത്രയോ ഹിന്ദുക്കൾ ആശിച്ച് വളരെ ആവേശത്തോടു കൂടി ഈ രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. അയോധ്യയുടെ മണ്ണിൽ ആ രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം പണിതതിൻ്റെ എല്ലാ വികാരവും എല്ലാ വിശ്വാസവും നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 1-ാം വാർഷിക ആഘോഷവേളയിൽ ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുന്ന ഒരു വലിയ കാഴ്ചയും കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞു എന്നുള്ള ചേതോവികാരമായിരിക്കാം ഹിമവാൻ രുദ്രനെ കൊണ്ട് ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.